എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വസ്ഥകരമായ ഒരു ജീവിതം. സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാത്ത ധാരാളം പേരെ നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ചുറ്റുപാടും കാണാറുണ്ട്. അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് സ്വസ്ഥകരമായി ഒന്ന് ജീവിക്കണമെന്ന്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാഞ്ഞ ഒരാളോട് കർത്താവ് പറഞ്ഞ ഒരു വചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാം. ഇവിടെ ഇഞ്ചിഞ്ചായി മരിക്കുന്ന ഒരു സ്ത്രീ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. അവൾ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ അവൾ പറയുകയാണ്, അവന്റെ വസ്ത്രം എങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. അവൾ യേശുവിന്റെ പുറകെ വന്ന താൻ എന്ത് ചെയ്യാൻ പോകുന്നോ അത് താൻ പറഞ്ഞുകൊണ്ടേയിരുന്നു, അവന്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. അവിടത്തെ വിശ്വാസം അവളെ യേശുവിലേക്ക് വലിച്ചടിപ്പിച്ചു. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ അവൾ തൊട്ട മാത്രമേ ദൈവത്തിൽ നിന്നൊരു ശക്തി അവളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. നീണ്ട വർഷങ്ങൾ ആ സ്ത്രീയെ അലട്ടിക്കൊണ്ടിരുന്ന ഏതു പ്രശ്നമാണോ, ഏത് രോഗമാണോ, എവിടെയാണോ ആ രോഗം, ദൈവശക്തി അവളിലേക്ക് സ്പർശിക്കപ്പെട്ടു. ഓൺ ദ സ്പോട്ടിൽ അവൾ ഹീലായി. യേശു ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? 10,000-കണക്കിന് ജനസമൂഹങ്ങൾ യേശുവിനെ ചുറ്റും നിൽക്കുമ്പോൾ ആരാണ് എന്നെ തൊട്ടത്? ആ ചോദ്യത്തിന് അവിടെ വലിയ പ്രസക്തിയില്ല. പക്ഷേ യേശു ചോദിച്ചത് വ്യത്യസ്ത അളവിലാണ്. വിശ്വാസത്താൽ ആരാണ് എന്നെ തൊട്ടത്? എങ്കിലുള്ള ശക്തിയെ ചോർത്തിയെടുക്കത്തക്കവണ്ണം ആരാണ് എന്നെ തൊട്ടത്? തൊട്ട സ്ത്രീ കർത്താവിന്റെ മുമ്പിലേക്ക് വന്നു. യേശു അവളോട് പറയുകയാണ്, വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യേശു വിടുവിക്കുമെന്ന വിശ്വാസം, യേശു സൗഖ്യമാക്കുമെന്ന വിശ്വാസം, യേശു ജീവിതത്തിൽ അത്ഭുതം ചെയ്യും എന്ന വിശ്വാസം അവളെ രക്ഷിച്ചു. കർത്താവ് പറയാ, സമാധാനത്തോട് പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, വിശ്വാസത്താൽ യേശുവിന്റെ അടുക്കിലേക്ക് വരിക. വിശ്വാസത്താൽ യേശുവിനെ സ്പർശിക്കുക. യേശുവിന്റെ ശക്തിയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. വചനം പറയുന്നു, നീ സ്വസ്ഥമായി പാർക്കുന്ന ദിവസങ്ങൾ അടുത്തു വരികയാണ്. കണ്ണുകളെ അടയ്ക്കാം. സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങയോട് അടുക്കാനും അങ്ങയെ സ്പർശിക്കാനും അങ്ങയിലൂടെ ശക്തിയെ സ്വീകരിപ്പാനും നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവിക സ്വസ്ഥത അനുഭവിച്ചു ഓരോ ദിവസവും നമുക്ക് ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു.